നമസ്കാരം. പണ്ട്, അതായത് 1990-നും 2000-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തെ ഒരു സംഭവമാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. നമ്മുടെ ഇവിടങ്ങളിലുള്ള ചിട്ടി ഓഫീസുകളിൽ അതാത് ആ സ്ഥലത്ത് ചിട്ടി കമ്പനിയുടെ പേരും അഡ്രസ്സുമാണ് അവരുടെ പരസ്യ ബോർഡുകളിൽ കാണാറ്. എന്നാൽ അവരുടെ ചിട്ടി ഓഫീസിൽ ചെന്നാൽ വേറൊരു ബോർഡും കൂടി കാണാം, ഹെഡ് ഓഫീസ് ജമ്മു ആൻഡ് കാശ്മീർ. ഈ പറയുന്ന സംഭവം 1990-നും 2000-നും ഇടയ്ക്കുള്ള കാര്യമാണ്. അന്ന് തന്നെ ഞാൻ അന്വേഷിച്ചു, ജമ്മു കാശ്മീരിൽ എവിടെയാണ് നിങ്ങൾക്ക് ഓഫീസ്, എന്താണ് ഓഫീസ് എന്നൊക്കെ ഞാൻ അന്ന് തന്നെ അന്വേഷണം നടത്തുമ്പം അവരതിന് പറഞ്ഞ് നമ്മുടെ ഇവിടങ്ങളിൽ 1,00,000 രൂപയുടെ താഴെയുള്ള ചിട്ടിയെ നമുക്ക് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്നിൻ്റെ മുകളിലുള്ള വലിയ എമൗണ്ട് 5, 10, 5 ലക്ഷം 10 ലക്ഷത്തിൻ്റെയൊക്കെ നമ്മുടെ കേരളത്തിൽ പറ്റുകയില്ല, മറ്റുള്ള സംസ്ഥാനത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങളുടെ ഓഫീസ് ജമ്മു കാശ്മീരിലാണ്. ജമ്മുവിലും കാശ്മീരിലും പഞ്ചാബിലും എന്നൊക്കെയാണ് പറയുന്നത്. അത് അവരുടെ ഓഫീസാണ് എന്നും പറഞ്ഞ് ഒരു ഒറ്റമുറിയുടെ ഒരു ഫോട്ടോയും കാണാം, ഇവരുടെ കേരളത്തിലെ ഓഫീസിൽ കാണാം. ആ ഒറ്റമുറിയുടെ ഫോട്ടോയുടെ മുന്നേ തന്നെ ആ ചിട്ടി കമ്പനിയുടെ പേരും ഹെഡ് ഓഫീസ് ആ സ്ഥലത്തിൻ്റെ പേരും അടുത്ത വടക്കേ ഇന്ത്യയുടെ ആ സ്ഥലത്തിൻ്റെ പേരും ബ്രാഞ്ച് കേരളത്തിൻ്റെ പേരും ഒക്കെ കാണും. ഈ ഒറ്റമുറിയുടെ അതൊരു രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു മുറി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് അവിടെ യാതൊരു പരിപാടികളും നടക്കുന്നില്ല. രജിസ്ട്രേഷൻ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ചിട്ടി നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തായിരിക്കും. അതിനുവേണ്ടിയാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അതിനവർ പറഞ്ഞ വേറൊരു ന്യായം കൂടി, ഇന്ത്യയിൽ നമുക്ക് മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ആണെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം, നമ്മുടെ കേരളത്തിൽ വലിയ എമൗണ്ടിൻ്റെ പറ്റുകയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചിട്ടി കമ്പനിക്കാർ ചെയ്തു വരുന്നു എന്നാണ് അന്നത്തെ എൻ്റെ അന്വേഷണത്തിൽ എനിക്കറിയാൻ സാധിച്ചത്. ഇത് ഞാനിവിടെ പറയാൻ കാര്യം, ഈ അടുത്ത കാലത്ത് ഒരാൾ കേരളത്തിലുള്ള ഒരു ചിട്ടി കമ്പനിക്കെതിരെ കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കുന്നതായി സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ 200 ചില്ലുവാനും ബ്രാഞ്ചുകളോ മറ്റോ ഉള്ള ഒരു ശാഖയുള്ള 200 ചില്ലുവാനോ മറ്റോ ഉള്ള ശാഖയുള്ള ഒരു മൊത്തം തോന്നുന്നു, കേരളത്തിലല്ല മൊത്തം ഉടനീളം 215 ശാഖകളുള്ള ഒരു ചിട്ടി ഓഫീസാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ചിട്ടിയെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. കേരളത്തിലാണ് അത് പ്രാബല്യത്തിൽ വരുന്നതും. അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം നിയമപരമായി അന്വേഷിച്ചതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഏത് സ്ഥലത്താണോ നമ്മൾ ചിട്ടി നടത്തുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റൊരു സ്ഥലത്തല്ല. ഇപ്പോൾ അത്തരം നിയമങ്ങളാണ് ഇപ്പം പ്രാബല്യത്തിലുള്ള, പണ്ടത്തെ പോലെയുള്ള നിയമങ്ങളല്ല. നമ്മൾ എറണാകുളത്താണ് ചിട്ടി ഓഫീസ് നടത്തുന്നതെങ്കിൽ എറണാകുളത്ത് വേണം രജിസ്റ്റർ ചെയ്യാൻ, അല്ലാതെ കോയമ്പത്തൂർ പോയി രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനെ ഇവരിവിടെ ചിട്ടി ഓഫീസ് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പറയുന്ന കമ്പനിക്കാർ കോടതി കേസും കാര്യങ്ങളും വരുമ്പം ചിട്ടി ഓഫീസുകാർ കോടതി വന്നേച്ച് പറയുന്നത്, ഞങ്ങളുടെ ഓഫീസ് തമിഴ്നാട്ടിലാണ്, ഇവിടങ്ങളിലുള്ള അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഓഫീസ് കളക്ഷൻ സെൻ്ററാണ് എന്നാണ് അവർ പറയുന്നത്, കോടതിയെ അറിയിച്ചതായിട്ടാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. അപ്പോൾ അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു, കളക്ഷൻ സെൻ്റർ നടത്താൻ ആരാണ് നിയമം അനുവദിച്ചത്, അല്ലെങ്കിൽ ഏത് നിയമമാണ് അനുവദിച്ചത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽപ്പുണ്ട്. തന്നെയുമല്ല, കേരളത്തിലുടനീളം ശാഖകളുണ്ട് താനും, ഇവിടെ എല്ലാം ചിട്ടി നടക്കുന്നുണ്ട് താനും. ഇത് ഒരു കേസോ അല്ലെങ്കിൽ കോടതി പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഇത് കളക്ഷൻ സെൻ്റർ എന്ന റെക്കോർഡുകൾ കാണിക്കുന്നത്. അല്ലാതെ ഇവിടെ നറുക്കിടുന്ന അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ചിട്ടികൾക്കൊന്നും ഇവിടെ യാതൊരു ബെനിഫിറ്റും ഇവിടുത്തെ ഗവൺമെൻറ്റിന് കിട്ടുന്നില്ല. സർക്കാരിനെ അവർ പറ്റിച്ച് തന്നെയാണ് അല്ലെങ്കിൽ വഞ്ചിച്ച് തന്നെയാണ് ചിട്ടി നടപ്പിലാക്കുന്നതായിട്ടാണ് ആ പരാതിക്കാരൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, കേരളത്തിൽ ചിട്ടി നടത്തുകയും മറ്റുള്ള സംസ്ഥാനത്ത് ഇത് രജിസ്റ്റർ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുമ്പോൾ അവിടെയും അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടോ, ചിട്ടി കൂടുന്നവർ ചേർന്നിട്ടുള്ളവർ അന്വേഷിക്കുന്നുണ്ടോ, അതോ അന്നേരത്തെ സാമ്പത്തിക
പ്രതിസന്ധി ദുരിതം കാരണം ഓടിച്ചെന്നു നമുക്ക് 2-3 മാസം ചിട്ടി തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആ ഏറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ വിശദീകരണമൊന്നും നടത്താതെ തന്നെ നമ്മൾ ചിട്ടി ചേർന്ന് അതിനകത്ത് പങ്കാളിയായി വരികയാണോ എന്നൊക്കെ ചിട്ടിയിൽ ചേർന്നിട്ടുള്ളവർ ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പറയണം. അങ്ങോട്ടൊന്നും ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലെന്തൊക്കെയോ ഒരു തട്ടുകേടുണ്ട് എന്നത് മാത്രം നമുക്ക് ഇത് കേട്ട എനിക്ക് മനസ്സിലായി. ഇത് കേട്ട നിങ്ങൾക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ പറയേണ്ടി വന്നത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയാതെ ചെറിയ ഒരു ആദായം കൂടുതൽ കിട്ടുന്നതിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ആ ചെറിയ ഒരു ആദായത്തിന് വേണ്ടി ഇത്തരം സ്വകാര്യ സംരംഭങ്ങളിൽ ചെന്ന് പെൻഷൻ പറ്റി കിട്ടുന്ന പണമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വസ്തു വിറ്റ പണമോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ ഹിസ്റ്ററിയും ഒന്ന് പരിശോധിച്ചേച്ചൊക്കെ ചെയ്യാവുള്ളൂ. ഇപ്പോഴത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഓരോരുത്തർ അവരുടെ ബുദ്ധിമുട്ടുകൾ പുറമേ അറിയിക്കാതെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതൽ ഓഫർ ചെയ്ത് നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ പണം അവർ കൈക്കലാക്കാൻ നോക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ അജയരാണ് അല്ലെങ്കിൽ അവർ ഒന്നിനൊന്നിന് ഇങ്ങനെ പടക്കുതിര പോലെ കുതിച്ച് ഓടുകയാണ് എന്ന് കാണിക്കാനായിട്ട് നിരന്തരം കുറേ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സംരംഭത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ ഒന്നിനൊന്നിന് ഉയർച്ചയിലാണ്. ഞങ്ങളിതേ അപ്പുറേ ഒന്ന് തുടങ്ങി, ഇതേ അടുത്തത് ഗൾഫിൽ തുടങ്ങാൻ പോവുക, അടുത്തത് ഇതേ ഇവിടെ തുടങ്ങാൻ പോവുക എന്നൊക്കെ ഇവർ ട്രെൻഡിങ്ങിലൂടെ ഇങ്ങനെ പൊതുജനങ്ങളെ കയ്യിലെടുത്ത് ഇച്ചിരി അത്യാവശ്യം ഞാൻ മുന്നേ പറഞ്ഞ പോലെ പെൻഷൻ പറ്റി കിട്ടിയ പണവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടിയ പണമൊക്കെ നമ്മൾ ബാങ്കിലിട്ട് എത്രയേ കിട്ടുള്ളൂ, അതിൻ്റെ 2 മാസം ബാങ്കിൽ 2 മാസം കിട്ടുന്ന പണം നമ്മൾ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് തരിക, നിങ്ങൾക്ക് എപ്പം വേണോ പൈസ അപ്പം തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട ക്യാഷ് ഞങ്ങൾ റിട്ടേൺ ചെയ്തിരിക്കും എന്നൊക്കെ ഓഫർ ചെയ്ത് നമ്മുടെ നിന്ന് പണം അവർ കൈക്കലാക്കുകയും ചെയ്യും. 2-3 മാസം കൃത്യമായിട്ട് പലിശയും തരും. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അല്ലാതെ വാക്കാൽ പറഞ്ഞാൽ അത് തീരുന്നതല്ല അതിൻ്റെ യാതനകളെന്ന് പറയുന്നത്. അത്തരം അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. എൻ്റെ വീഡിയോ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.